യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പാപിയുടെ എളിമയിൽ ദൈവം സന്തോഷിക്കും. പാപം ചെയ്യുക ഒരു മാനുഷികമാണ്. എളിമപ്പെടാൻ കഴിയുക ഒരു കൃപയാണ്. ബൈബിളില് മാരക പാപികൾ എളിമ കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ഈ പാപത്തിൽ തന്നെ തുടരുന്നു. ഈ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാൻ കഴിയാതെ, ആ പാപത്തെ ഓർത്ത് കണ്ണുനീരൊഴുക്കാൻ പറ്റാതെ ഒരു പാപിക്ക് ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടാൻ തുടങ്ങിയാൽ അന്ന് ജീവിതത്തിന്റെ തിരിച്ചുവരവ് ആരംഭിക്കും. ദൈവം പരിശോധിക്കുന്നത് ഒരു പാപിക്ക് അനുതാപം, എളിമ, ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള ഒരു അഭിഷേകമാണ്. ഇന്നൊരു മാരക പാപാവസ്ഥയിലായിരിക്കും, പക്ഷെ ഒരു പാപിക്ക് വേണ്ടി ദൈവം കാത്തിരിപ്പുണ്ട്. ഒരു പാപിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എളിമയാണ്. ഇന്ന് ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ വലിയൊരു പാപാവസ്ഥയിൽ നിൽക്കുന്നവരായിരിക്കാം. ഒരു സാഹചര്യത്തിൽ അവിചാരിതമായിട്ട് ഈ വചനം കേൾക്കുകയാണെങ്കിൽ ഈ വചന ശുശ്രൂഷയിലൂടെ